ആമേൻ. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 2 Peter chapter 1 verse 10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുകയും. ആമേൻ. മതി സാറേ, നമസ്കാരം. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പത്രോസ് പറയാം. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ 2 വാക്കുകളാണ് പത്രോസ്. കാരണം നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും, കോളിംഗ് ആൻഡ് ഇലക്ഷൻ. ഹല്ലേലൂയ. നമ്മളൊക്കെ എല്ലാവർക്കും ഒരു വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. ചെറിയ മെസ്സേജ് പറയുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചുമിരിക്കുന്നു. ആമേൻ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതന അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പം അവൻ മുൻ അറിഞ്ഞവരെ എഫെസ്യസിലെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് വായിച്ചിട്ട് തിരിച്ചുതരാം. എഫെസ്യസിലെ 1-ന്റെ-4 പറയുകയാണ്, ഹലേ നാം അവന്റെ സന്നിധി വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹൃദയത്തിന്റെ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ട അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പം ഒരിടത്ത് പറയുന്ന പോലെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്ത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന റോമാലേഖനത്തിൽ പറയുന്ന അവൻ മുന്നറിഞ്ഞവര്. അപ്പൊ എപ്പോഴാ മുന്നറിഞ്ഞെന്ന് വെച്ചാൽ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞവരെയാണ് എന്താ അവൻ മുന്നേ തന്റെ പുത്രൻ അനേക സഹോദരൻ ആദ്യജാതനാകണം അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ വിളിച്ചതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപനാക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് ഹാലേലിയ കർത്താവ് യേശുക്രിസ്തു ആദ്യ ജാതനാണെങ്കിൽ നമ്മൾ സഹോദരന്മാരാണ്. ഹാലേലൂയ. പക്ഷെ ആ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. ആ രൂപത്തോട് അനുരൂപരാകണം. ഹാലേലൂയ. എങ്ങനെയാണോ പുത്രൻ സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രനാം യേശുക്രിസ്തു എങ്ങനെ അതുപോലെ ആകണം. വെറുതെ വിളിച്ചിരിക്കുകയല്ല നമ്മളെ. നമ്മുടെയൊക്കെ വിളി എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ വിളിച്ചേക്കുന്നത് എന്തിനു വിളിച്ചേക്കുന്നത് ആർക്കും അറിയത്തില്ല എന്തിനു വിളിച്ചെന്ന് തന്നെ, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വിളിയെ കുറിച്ചായി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ. പക്ഷെ അപ്പൊ ഇവിടെ നിന്നിട്ട് അത് പറഞ്ഞ ശേഷം പറയും അവൻ ആരെ വിളിച്ചത് മുന്നറിഞ്ഞവരെ എങ്ങനെ വിളിച്ചേക്കുന്നു? ഹാലേലൂയ. ഇവിടെ മുൻ നിയമിച്ചവരെ വിളിച്ചേക്കുന്നത്. അടുത്തടുത്ത് മുൻ നിയമിച്ചവരെ വിളിച്ചിരിക്കുന്നത്. മുൻ നിയമിച്ച് വിളിച്ച് നീതീകരിച്ചവരെ തേജസ്കരി. അപ്പം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചവരെ ദൈവം വിളിച്ച് നീതീകരിച്ചു. ആ നീതീകരണം നമുക്ക് എല്ലാവർക്കും ലഭിച്ച രക്ഷ. ഹല്ലേലൂയ. സ്വന്തം പുത്രന്റെ രക്തത്താൽ നമ്മളെ എല്ലാം നീതീകരിച്ചു. അപ്പൊ നീതീകരിച്ചിട്ട് ഇനി തേജസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചേക്കുന്നത്. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. അപ്പൊ വിളിയെ കുറിച്ച് അതും എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളൊക്കെ പറയും 2016 എന്നെ വിളിച്ച്. ഞാൻ പറയുന്നത് അങ്ങനെയാ. ഹല്ലേലൂയ. പറയും ചിലപ്പോ അതിനെക്കാട്ടി കുറച്ച് 10 വർഷങ്ങൾ മുമ്പേ വല്ല ഡേറ്റ് വന്ന അന്ന് എന്നെ വിളിച്ച് പിന്നെ സിസ്റ്റർ ചെയ്ത് പറയും. നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാ അല്ലെ? നമ്മുടെയൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എന്നെ വിളിച്ച് എത്രാമത്തെ വയസ്സിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ചെറിയ പ്രായത്തിലേ ദൈവത്തിന്റെ വിളി വന്നു. പക്ഷെ അല്ല നിങ്ങളെയൊക്കെ നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഇപ്പോഴല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മളെ തിരഞ്ഞെടുത്ത വിളിയെ കുറിച്ച് കൂടുതൽ അവിടെ തിരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞു വിളി നമ്മളെ മുൻ കണ്ടവരെ മുൻ നിയമിച്ചവരെ അല്ലെങ്കിൽ മുൻ അറിഞ്ഞവരെ ദൈവം വിളിച്ചത്. പക്ഷെ നമ്മുടെ തിരഞ്ഞെടുപ്പ് എപ്പം നടന്നത്? ലോക സ്ഥാപനത്തിന് മുമ്പേ. എഫെസ്യസിലെ എങ്ങനെയാ പറയുന്നത്? ലോക സ്ഥാപനത്തിന് മുമ്പേ ഇവിടെ പറയുന്നത് നാം അവന്റെ സന്നിധി വിശുദ്ധ നിഷ്കളൻ അവൻ ലോകസ്ഥാനത്തിന് മുമ്പേ
അവനിൽ തിരഞ്ഞെടുക്കും. അപ്പൊ ഒരു കോളിംഗ് ആൻഡ് ഇലക്ഷൻ. അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ ഈ തെരഞ്ഞെടുപ്പ് എന്തിനാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞേക്കുന്നത് എന്താ പറയാ, ദൈവത്തിന്റെ പരമ അധികാരത്തിൽ നിന്നുള്ളൊരു തെരഞ്ഞെടുപ്പാണ് നമുക്ക്. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് സോവറിനെ ആ ഒരു പറയുമ്പോഴത്തേന് ദൈവത്തിന്റെ അധികാരത്തിൽ നിൽക്കിയത് ആരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഇത് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് വരുമെന്ന്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈ വിളി നമുക്ക് കിട്ടി വന്നു. പക്ഷെ വന്നപ്പോ നമുക്ക് എന്താ പറയാ, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു ബൈബിൾ തുറന്ന് ഹല്ലേലൂയ ഒരു വചനം എടുത്ത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രസംഗിക്കുമെന്നോ പ്രബോധിപ്പിക്കുമെന്നോ പറയാൻ കഴിയുമെന്നോ വിചാരിച്ചിട്ടില്ല. കാരണം ഇത് എന്തുകൊണ്ട് നടന്നു വെച്ചാൽ ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ കിടക്കുന്നത് കൊണ്ടാണ്. വിളിച്ചവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഹല്ലേലൂയ. വിളിയില്ലവരുടെ ഒരുപാട് പേരുടെ മേൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു, ഒത്തിരി പേര് വിളിച്ചു ദൈവം. ഹല്ലേലൂയ. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, പൗലോസ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടന്നു വെച്ചാൽ ലോക സ്ഥാപനത്തിന് മുമ്പേ നടന്നേക്കുന്നതാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ പരമ അധികാരത്തിൽ തിരഞ്ഞെടുക്കുക. കാരണം എന്താ വെച്ചാൽ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം. എഫെസിൽ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നിങ്ങനെ തിരഞ്ഞെടുത്തവർക്കുള്ള നിങ്ങൾ ഇവിടെ അടുത്ത വാക്യം നമ്മൾ വായിക്കേണ്ട 16 തുടങ്ങിയിട്ട് വായിക്കാണ് പറയാം. എന്നിട്ട് നിങ്ങൾ വിളിയാൽ ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ, അപ്പൊ ആ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പരമ അധികാരം, ഹല്ലേലൂയ, ക്രിസ്തു യേശുവിന് കൊടുത്തിരിക്കുന്ന അതേ അധികാരം നമുക്ക് തന്നേക്കുന്നത്. ആ ഇലക്ഷൻ നമ്മുടെ മേൽ വീണ് കഴിഞ്ഞു. നമ്മളല്ല ഇവിടെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇലക്ഷൻ നടക്കാറുണ്ടല്ലേ, തെരഞ്ഞെടുപ്പ് എന്ന് പറയും. അതിനകത്ത് പല സ്ഥാനാർത്ഥികളും പോയിട്ട് എന്താ പറയാ, ഇലക്ഷന് വേണ്ടിയിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ട് സ്ഥാനാർത്ഥിയാകാറുണ്ട്. പക്ഷെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുമോ? ഇല്ല, ഒരാളെ തിരഞ്ഞെടുക്കത്തുള്ളൂ അതിനകത്ത്. ഈ തിരഞ്ഞെടുത്ത ആളാണ് പിന്നീട് അധികാരം അവരുടെ കയ്യിലുള്ള. അതുപോലെ വിളി വേറെ, തിരഞ്ഞെടുപ്പ് വേറെ. തിരഞ്ഞെടുത്തവൻ എന്തുണ്ടാകുന്ന വെച്ചാൽ അവന് അധികാരം കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇവിടെ നമ്മുടെ ഈ ലോകത്തിൽ 5 വർഷത്തേക്ക് ചിലപ്പോൾ അല്ലെ ഇത്ര വർഷത്തേക്ക് ഒരു ഇന്ന കസേര ഇരുന്ന് ഇന്ന കാര്യങ്ങൾ ആസ് പെർ ദി പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്. അത് പലതും അവരതല്ലാതെ ചെയ്യാറുണ്ട്, അത് പോട്ടെ. പക്ഷേങ്കിൽ നമുക്ക് ദൈവം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ തരുന്നത് ഇന്ന കാര്യങ്ങൾ. ഈ ലോകത്തിലുള്ള അങ്ങനെ ഒരു അധികാരത്തെ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ അവനെ കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് എന്താ? വാഴ്ചകൾക്കും ഇവിടെ പറഞ്ഞേക്കുന്ന 21 വാക്യത്തിൽ, 1 സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തിയും ആ സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവന് സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്ന അവന്റെ ശരീരമാണ് സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ അധികാരം ഹല്ലേലൂയ ഏതെങ്കിലും ഒരു കസേരയിൽ ആസ് പെർ ദിസ് റൂൾ ഇന്ന അധികാരമുണ്ടെന്നല്ല. ഹല്ലേലൂയ. അവിടെ ഇന്ന അധികാരം എന്ന് വെച്ചാൽ കുറച്ച് ലിമിറ്റഡ് അധികാരങ്ങളല്ല ഇലക്ട് ചെയ്യപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എല്ലാ വാഴ്ചയ്ക്കും. അതിനകത്ത് ഒന്നും വിട്ടുപോയിട്ടില്ല. ചില ആൾക്കാർ പറയത്തില്ല, ചില ഭൂതമൊക്കെ ഇളകുമ്പം പോയി കൈയൊന്നും വെക്കരുത് കേട്ടോ എന്ന് പറയുന്നവരോട് പറഞ്ഞു കൊടുക്കണം. ഈ ബാക്കി എടുത്തിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അത് അവരുടെ മേലൊന്നും കൈ വെക്കല് സിസ്റ്റർ എന്ന് പറയുമ്പം പറഞ്ഞെടുത്തിട്ട് ഈ വാക്യം കാണിച്ചു കൊടുക്കും. എനിക്ക് തന്നിരിക്കുന്ന അധികാരം എന്നത് എല്ലാ വാഴ്ചയും, എല്ലാ അധികാരത്തിനും. ഹല്ലേലൂയ. അപ്പൊ അതിനെക്കാട്ടി എബോവായിട്ട് മറ്റൊരു വാഴ്ചയില്ല, മറ്റൊരു അധികാരമില്ല. ഹല്ലേലൂയ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ഞാൻ പറയും, നിങ്ങളുടെ മേൽ വീണ തെരഞ്ഞെടുപ്പ് ചെറുതല്ല. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം.
ഹാലയിലെ അമ്മ പത്രോസ് അവിടെ ഹാലയിലെ പറഞ്ഞ് ഹാലയിലെ ആ ഒരു അധ്യായത്തിന്റെ ഒന്നാമത്തെ ഹാലയിലെ ആ 10 വാക്യങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ഹാലയിലെ ആമേ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പരമ അധികാരത്തെക്കുറിച്ചും പറഞ്ഞിട്ടാണ് പത്രോസ് പറയുന്നത്. ഹാലയിലുയ്യ. അപ്പൊ നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാലി അവൻ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവിടെ പറയുന്നത് എങ്ങനെ പൗലോസ്? ആരാ ആ വിളിച്ച അതെ പത്രോസ് എന്തുകൊണ്ട് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പത്രോസിന് കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നത് പോലും കൂടെ നടന്നിരുന്നു. ഹാലലിയ. അവിടെ ഒന്നിനും അവർക്ക് കുറവ് വന്നിട്ടില്ല. ഒന്നിനും അവർ എവിടേക്ക് പോയി കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. ഹാലലിയ. ഒന്നും അന്വേഷിച്ചല്ല. എന്താ പറയാ, ഒരു പ്രാവശ്യം നമുക്കറിയാം ഈ ടാക്സ് കൊടുക്കേണ്ട സമയത്ത് പോലും പറയുന്നത് പക്ഷെ ഇവിടെ എടുക്കുന്ന പോ, ഇന്നതുപോലെ ചെയ്, അവിടെ അതുപോലെ അപ്പം മരുഭൂമിയിൽ ആയിരുന്നപ്പോ കർത്താവിന്റെ ഹാലയിലെ പ്രസംഗം കേൾക്കാൻ വന്നവർക്കൊക്കെ അപ്പം കൊടുക്കുന്ന സമയത്ത് കടയിൽ പോയി വാങ്ങട്ടെ എന്നൊക്കെ കടയിൽ പോയി വാങ്ങേണ്ടി വന്നോ? ഇല്ല. അപ്പൊ പത്രോസ് ഹാലയിലൂയ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ഹാലയിലെ തടവറയിലായിരുന്നപ്പോഴും പലപ്പോഴും ഹാലയിലെ കർത്താവിന്റെ കൂടെ നടന്നപ്പോഴും കർത്താവിന് പിരിഞ്ഞു കഴിഞ്ഞ് കർത്താവ് ഹാലയിലെ എന്താ പറയാ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷവും എല്ലാം പത്രോസ് കണ്ട് നമ്മുടെ ദൈവത്തിന്റെ പരമ അധികാരം എന്താണെന്ന്. ഹല്ലേലൂയ. പത്രോസിന് അതുകൊണ്ട് നല്ല ബോധമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അനുഭവിച്ച് അറിഞ്ഞവന്റെ ഉറപ്പായിരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ പത്രോസ് നമ്മളോട് പറയുകയാണ് ഹാലേലൂയ. അപ്പൊ അവിടെ നമ്മുടെയൊക്കെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ അറിയണം. ഹാലേലൂയ. ആമീൻ. അത് ബാക്കിയൊക്കെ മറന്നു. ഇവിടെ പറയുന്ന നമ്മളെ വിളിയും ഉറപ്പാക്കുവാൻ അധികം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു വിളി മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അത് ഉറപ്പാക്കുവാൻ നമ്മൾ അധികം ശ്രമിക്കണം. മറ്റൊരാൾ വന്നിട്ട് സിസ്റ്ററെ നിങ്ങളുടെ മേൽ ഈ വിളിയുണ്ട്, ആ വിളിയുണ്ട്, നിങ്ങൾ അങ്ങനെയാ, നിങ്ങൾ ഇങ്ങനെയാന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ശ്രമിക്കണം. പൗലോസ് എഫെസ് ലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ വിളിയുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. അപ്പൊ നമ്മുടെ വിളി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹാലേലൂയ. ഇവിടെ പത്രോസും പറയുന്നത് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്താന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അധികം ശ്രമിക്കണം. ഇത് ശ്രമിക്കുമ്പോഴാണ് നമ്മളിപ്പം എല്ലാവരും വിളിച്ചു, സമ്മതിച്ചു. എല്ലാവരും പലരും വന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോയവരുണ്ടാവും. ഇപ്പോഴും വന്നല്ലോ എന്നിട്ട് നിൽക്കുന്നവരുണ്ടാവും. ഹല്ലേലൂയ. ആരാണ്ട് ഈ കുളത്തിലേക്ക് തള്ളിയിട്ടതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ നീന്തുന്നവരുണ്ടാവും. ഇതൊക്കെയായിരിക്കും. പക്ഷേങ്കില് ഒരു തിരഞ്ഞെടുപ്പ് വീണവൻ വന്ന് വീണത് എങ്ങനെയാണെങ്കിലും ഹാലിയ. പക്ഷെ അവൻ ചുമ്മാ തുടക്കണം നീന്തി തുടിക്കത്തില്ല. ഹാലിയ. അവൻ അതിനെക്കുറിച്ച് ഓരോ ദിവസവും കഴിയും തോറും ദൈവത്തോട് അത് അടുത്ത് വന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ കൊണ്ടിട്ടാലും ഹാലൂയ ആമീൻ, എത്രയൊക്കെ കാരാഗ്രഹം വന്ന് വീണാലും, എത്രയൊക്കെ പ്രതികൂലങ്ങൾ വന്ന് വീണാലും ഹാലൂയ അവൻ തളർന്നു പോകും. നമ്മൾ പഴയ നിയമത്തിൽ എടുത്തു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചും പിന്നീട് വന്ന അപ്പോസ്തലന്മാരെ ഇവരെല്ലാം നമുക്കറിയാം. പക്ഷേ പഴയ നിയമത്തിൽ കുറേ തെരഞ്ഞെടുപ്പ് വീണവരുണ്ട്. നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ യോസഫ്, ദാവീദ്, ഹല്ലേലൂയ ആമീൻ, ഇവരെയൊക്കെ തെരഞ്ഞെടുപ്പ് വീണവരാണ്. ദൈവം ഇലക്ട് ചെയ്തവരാണ്. അവരെ ആയിരുന്ന സിറ്റുവേഷൻസ്, അവരുടെ യോഗ്യത ഒന്നും ഹല്ലേലൂയ ഒരു തടസ്സമായി വന്നില്ല. നമുക്കൊക്കെ ഞാൻ പലപ്പോഴും ദൈവത്തോട് ഞാൻ അതിശയത്തോടെ ഞാൻ ചിന്തിക്കാറുണ്ട്. കർത്താവേ വന്നൊരു സ്വപ്നം വ്യാഖ്യാനിച്ചു എന്തായാലും സമ്മാനം കൊടുത്തു വിട്ടാൽ പോരാ, പ്രധാനമന്ത്രി പദവിയൊക്കെ ആരെങ്കിലും കൊടുക്കും. അത് ഒരു വിദ്യാഭ്യാസം ഇല്ല, ഒരു അടിമച്ചക്കൻ ഹല്ലേലൂയ ഒരു പെണ്ണ് കേസ്, നമ്മൾ പറയുന്നത്തെ കാലത്ത് പറയുന്ന പെണ്ണ് കേസ്, ഒരു പീഡന ഹല്ലേലൂയ ത്തിൽ അകപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ ഒരിക്കലും ആ പൊസിഷൻസിലേക്ക് മനുഷ്യ ബുദ്ധി നോക്കി ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ എന്തുകൊണ്ട് അവിടെ ആ പൊസിഷൻ ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അവിടെ കിടക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിന്റെ സിറ്റുവേഷൻസിന്റെ നിന്റെ യോഗ്യതയോ നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കുടുംബ മാഹാത്മ്യമോ ഒന്നും ആവശ്യമില്ല.
മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ എങ്ങനെ ഇവളെ കുറിച്ച് ചെയ്യാൻ പറ്റും, അല്ലെ എങ്ങനെ ഇവനിത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ ആശ്ചര്യത്തോടെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് ഏത് രീതിയിൽ കണ്ടാലും ഞാൻ പറയാം, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ളവന് അവിടെ കൊണ്ട് എത്തിക്കാനായിട്ട് ദൈവത്തിന് ഒരു യോഗ്യതയും നോക്കത്തില്ല. മനുഷ്യ ബുദ്ധി കൊണ്ട് അളക്കുന്ന ഒരു അളവ് പോലും ദൈവത്തിന്റെ കയ്യിലില്ല. ഹല്ലേലൂയ. മനുഷ്യ ബുദ്ധി വെച്ചിട്ട് അനേക വിധികർത്താക്കന്മാരെന്ന് വിധി കൽപ്പിക്കും. പക്ഷേ ഞാൻ പറയാം, ദൈവത്തിന്റെ മുമ്പിൽ ഒരു മാനുഷികമായ ബുദ്ധിക്കും ഒരു മാനുഷ്യ അളവ് പോലിന്റെയും ഒരു തടസ്സവും വരുത്തില്ല. ആമേൻ, സ്തോത്രം. നമ്മള് ബൈബിളിൽ അതുപോലെ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു അനേകർക്ക് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പലരും അയ്യോ ഇവരാണോ ഇന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വന്ന് ഇവരാണ് ഇവിടുത്തെ ശുശ്രൂഷക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ ദൈവം അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ ഇമാജിനേഷൻ, അല്ലെ അവരുടെ ബുദ്ധിയിൽ ഇന്ന വ്യക്തി പണ്ട് എന്തായിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് യോഗ്യന്മാരെ തേടിയല്ല വന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായനെ തിരഞ്ഞെടുത്തു, ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായനെ തിരഞ്ഞെടുത്ത ദൈവമാണ്. അപ്പൊ ദൈവത്തിന് ബലവാന്മാരുടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ എന്റെ കൃപ നിന്റെ മേലേക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ എന്റെ ശക്തി ഞാൻ നിനക്ക് തരുമെന്ന് ദൈവം പറയാം. അപ്പൊ നമ്മൾ ശക്തരാകണമെന്ന് ഒരു നിർബന്ധമില്ല ദൈവത്തിന്. അപ്പൊ പലപ്പോഴും എന്തുകൊണ്ടാണെന്നറിയാം, പലരും അഹങ്കരിക്കുന്നതും പലരും ഇതിലേക്ക് വരാതെ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ പഠിച്ച് പേരെടുത്തൊരു ഡോക്ടർ ചികിത്സിക്കുമ്പോൾ പുള്ളിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ആകാം. കാരണം എന്താ പറയാ, പുള്ളി ബുദ്ധി ഉപയോഗിച്ചാൽ അതൊക്കെ അതിന്റെ യഥാർത്ഥ ഫാക്ടിലേക്കോ അവിടെ അഹങ്കരിക്കല. കാരണം ഈ ബുദ്ധി കൊടുത്ത ദൈവം, ജ്ഞാനം കൊടുത്ത ദൈവം, ഇതൊക്കെ പോകാം. പക്ഷേ എന്നാലും നമ്മൾ പഠിച്ച പിള്ളേരെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്ര മാർക്കൊക്കെ വാങ്ങിച്ച് ഇത്ര മെറിറ്റ് കയറി എനിക്ക് ഇന്ന പോലെ എത്തി, ഞാൻ ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടേക്ക് എത്തി എന്ന് പറയുന്നവരുണ്ട്. ഒരു സൈഡ് വെച്ച് നോക്കാം, ശരിയാണ്. കാരണം അവർക്ക് അല്പം വെച്ച അഹങ്കാരമൊക്കെ ആകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കഷ്ടപ്പെട്ട് പഠിച്ച് പൈസയൊക്കെ മുടക്കി ഇവിടെ എത്തിയിരിക്കുന്നേ. പക്ഷേങ്കില് ദൈവത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന്, അതുപോലെ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ച് PhD ഒക്കെ എടുത്ത് ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ, അവർ പ്രസംഗ ശാസ്ത്രമൊക്കെ പഠിച്ചവരുടെ അതിമനോഹരമായ പ്രസംഗമൊക്കെ വരുമ്പോൾ അവർക്ക് അല്പമൊക്കെ അഹങ്കരിക്കാം. കാരണം വെച്ചാൽ അവരും പറയുന്നത് അവർ പഠിച്ചു. പക്ഷേല് ഒരു യോഗ്യതമില്ലാതെ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ പോലും ഉണ്ടെന്നറിയാത്ത നമ്മളിലൊക്കെ ഹല്ലേലൂയ എന്തെങ്കിലും വചനം പറയാൻ ദൈവം ഒരു കൃപ തന്നെങ്കിൽ അത് കൃപ മാത്രമാണ്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് ബൈബിള് വായിക്കാനും എടുക്കാനും നമുക്ക് ഇതിന് ഇന്നത്തേക്ക് മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ ഒന്നും സമയം കിട്ടിയില്ല. അപ്പൊ ഞാനിങ്ങനെ മോളോട് ചോദിക്കും, കുഞ്ഞാ നീ പറയുമെന്ന് ചോദിച്ചപ്പോ അവള് ഇല്ലമ്മ എനിക്ക് സമയം കിട്ടും. അപ്പൊ അവിടെ പെട്ടെന്ന് പറഞ്ഞു സാറാമൻ്റിയോട് പറഞ്ഞു പറയാനുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ സന്ധ്യയായിരുന്ന സമയം. ഞാൻ പറഞ്ഞു സാറാമൻ്റിയോടെ പുറത്ത് വെക്കാൻ രാവിലെ തന്നെ പറഞ്ഞു. ഇപ്പൊ സാറാമൻ്റി വിളിച്ച് ശരിയാകത്തില്ല, ഒരു പ്രിപ്പയർ ചെയ്യാൻ സമയം കൊടുക്കണം. ഞാൻ പറയുന്ന ബിജിയാൻ്റിയോടാണ്. ഞാൻ പറഞ്ഞു ബിജിയാൻ്റിക്കാണെങ്കിലും ശരിയാണ്, നമ്മൾ നേരത്തെ പറയണം. അതിപ്പോ ഞാൻ സന്ധ്യ ആയപ്പോഴും ഓർത്തത് തന്നെ, ഇന്നലെ മെസ്സേജ് ഇട്ടായിരുന്നു സാറ്റർഡേ. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, ദൈവം നമുക്ക് എപ്പോഴാണെങ്കിലും വായിക്കാൻ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ദൈവം മെസ്സേജ് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ദൈവത്തിന് എന്ത് പറയാനുണ്ടോ അതിനകത്ത് അടുക്കും ചിട്ടയൊന്നും ഉണ്ടാകത്തില്ല. ഓർഡർ ഒന്നും ഉണ്ടാകത്തില്ല. പലരും പ്രസംഗിക്കുന്ന. പക്ഷേ ദൈവം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് തരുമെന്ന് ഉറപ്പാണ്. ഞാൻ ബൈബിൾ വായിക്കുന്നത് ദൈവം എനിക്ക് തന്ന വേടാണ് വിളിയും തെരഞ്ഞെടുപ്പ്. എന്താ നമ്മൾ പലപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ ആലോചിച്ച്, ശരി ഒത്തിരി പേര് ദൈവം വിളിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ വിളിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ വിശ്വാസി വന്ന ആൾക്കാർ, എൻ്റെ കൂടെ വിശ്വാസം അനേകര കാലം ഞാനിങ്ങനെ മനസ്സിലോർത്തപ്പോ പലരും ഇന്ന് വിശ്വാസത്തിൽ പോലും ഉണ്ടോന്ന് ചെയ്യില്ല. അപ്പൊ അവർക്ക് എൻ്റെ മേലൊക്കെ വിളി ഉണ്ടായിരുന്നു. പക്ഷേല് ഒരിക്കലും ഇതിനകത്തോട്ട് വരില്ലെന്ന് വിചാരിച്ച്, നിക്കത്തില്ലെന്ന് വിചാരിച്ച ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് രാവിലെ പള്ളിയിൽ നമ്മുടെ ഇതിന്റെ ബ്രദറിന്റെ ആണ്ട് നടക്കുന്നുണ്ട്, പള്ളി രാവിലെ കുർബാനയുണ്ട്, അങ്ങോട്ട് എത്തിയേക്കണം എന്ന് പറഞ്ഞ എൻ്റെ കസിൻ. ഞാൻ പറഞ്ഞു പോയി പണി നോക്കി, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതെന്താ ഒന്ന് വന്നാലോ? ഞാൻ പറഞ്ഞു ഞാൻ വരത്തി, ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞിടത്തേക്കൊന്നും തിരിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു കൊണ്ടു. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം ചിലത്തൊന്നും, പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരും. ഞാൻ ഇപ്പൊ ഈ പറയുന്നവര് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞവര് എന്റെ കൂടെ വന്ന് ആരാധിക്കും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇതാണ് സത്യം.
ഹാലെ, ഇതാണ് സത്യം. ഹാലെ, നിങ്ങൾ സത്യം നിങ്ങൾ അറിയാൻ, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് ദൈവം പറഞ്ഞേക്കാം. അപ്പൊ ഇതാണ് സത്യമെങ്കിൽ ഹാലെ, നിങ്ങൾ ഇവിടെ വരും, ഇതിനകത്തേക്ക് വരും. തർക്കിക്കാൻ വന്നില്ല. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ചാൽ തർക്കിച്ചാൽ ശരിയാകത്തില്ല, അവർക്ക് അറിയാവുന്നുണ്ട്. പയ്യെ അതോട് നിർത്തി ഞാൻ പറഞ്ഞു, നിങ്ങൾ പോവുകയോ പോകാതിരിക്കുക, എന്നെ നിർബന്ധിക്കരുത്. കാരണം ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞതിലേക്ക് ഇന്ന് വരെ പിന്നെ തിരിച്ചു എത്തി നോക്കില്ല. പണ്ടും അത് തന്നെ ഇപ്പോഴും എനിക്കൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ തെറ്റണമെന്ന് തോന്നി, അല്ലെ എനിക്ക് ജീവിതത്തിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചൂസ് ചെയ്യും. തെറ്റാന്ന് തോന്നുന്ന കാര്യം ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ അതിലേക്ക് തിരിച്ചു പോകത്തില്ല. അതിനി എത്ര വലിയതാണെന്ന് പറഞ്ഞാലും എത്ര എന്താന്ന് പറഞ്ഞാലും പോകത്തില്ല. കാരണം വിട്ടത് പിന്നെ ഇച്ചിരി ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് അതിന്റെ പുറകെ പോകുന്ന സ്വഭാവം നമ്മൾ കാണിക്കാറില്ല. അത് ജീവിതത്തിലും കാണിക്കാറില്ല, ഹാലയില്ല വിശ്വാസത്തിലും കാണിക്കാറില്ല. അപ്പൊ നമ്മുടെ മേലേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ബോൾഡായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. അപ്പൊ ഹാലയില്ല. ഇതെനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും മേലിൽ തിരഞ്ഞെടുപ്പുണ്ട്. നമ്മുടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം തിരഞ്ഞെടുത്തവർ അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ തിരഞ്ഞെടുത്തവർ ആ മേഖല വെറുതെ ഇരിക്കത്തില്ല. കാരണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞ എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു സിസ്റ്റർ, 4-ാം വാക്യം. ഞാൻ എപ്പോഴും മറഞ്ഞു പോയത് എടുത്തു വരുമ്പോഴത്തേനും. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹൃദയത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനാവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ആമേൻ. ഇവിടെ പറയുന്നത് നമ്മൾക്ക് അവൻ മുഖാന്തരം നമ്മെ ദത്തെടുക്കണ്. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കൂടെ. കൃപ തന്നെ നമുക്കറിയാം, എന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ അൺമെറിറ്റഡ് ഫേവർ. ഹാലയിലെ അർഹതയില്ലാത്ത നമ്മുടെ മേൽ വന്നതാ ദൈവത്തിന്റെ കൃപ. ഇവിടെ കൃപാ മഹത്വത്തിൽ. അപ്പൊ കൃപയുടെ ഒരു മഹത്വം വെളിപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്കറിയാം. ഗ്ലോറി, ഹാലലുയ. ആ മഹത്വം ഹാലയില് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാണ്ട്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, ആ മഹത്വം എല്ലാം ചെയ്യുന്നേ പറയണ്ട അല്ലേ. ഇവിടെ പറയാം കൃപയുടെ ഒരു മഹത്വം. ഹാലലിയ. അപ്പൊ ഈ കൃപയുടെ ഒരു മഹത്വം ആലോചിച്ചേ. കാരണം ആ കൃപ എവിടേക്ക് നമുക്ക് വീണു അവിടെ എല്ലാം വെളിപ്പെട്ട് നിൽക്കുക ദൈവത്തിന്റെ കൃപ. ഹാലലിയ. എന്നിട്ട് അവൻ എന്താ അവിടെ പറയുന്ന കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തല്ലോ. അപ്പൊ ദൈവം നമ്മളെ മുൻ നിയമിച്ചത് ഹാലലൂയ, തിരഞ്ഞെടുത്തത് എന്താ ദൈവത്തിന്റെ സ്നേഹത്തിൽ. അവിടെ പറഞ്ഞ സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുക. അപ്പൊ ഞാൻ പറയാം, സ്നേഹം കൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മളെ ഹാലലിയ മുൻ നിയമിച്ചു, നമ്മളെ വിളിച്ചു, നമ്മളെ തിരഞ്ഞെടുത്ത് എങ്കിൽ ഹാലലിയ ഞാൻ പറയും അത് വിട്ടു പോകാൻ പറ്റത്തില്ലെന്നേ. എന്തുകൊണ്ട് എത്ര പ്രതികൂലങ്ങൾ വന്നിട്ടും പ്രതിസന്ധികൾ വന്നിട്ടും സാറാമ്മ സിസ്റ്റർ ആണെങ്കിൽ പണ്ട് ഡിവോഴ്സ് ചെയ്യുന്നവർ പറഞ്ഞു പെന്തക്കോസ്തി വന്നുണ്ട് അല്ലേ സാറാമ്മ സിസ്റ്റർ പറഞ്ഞല്ലേ, ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം. പക്ഷെ ഇതുവരെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റിയോ? ഇത്രയും വർഷം 20 പെന്തക്കോസ്തി വന്നിട്ട് 20 വർഷം അല്ലേ? ഇത്രയും വർഷമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണട്ടെ, ദൈവം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി ദൈവത്തിന്റെ ഹാലലിയ പ്രവൃത്തി മഹത്വം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ മഹത്വത്തിൽ നിൽക്കുന്നവന് നേരെ ഹല്ലേലൂയ എന്തൊക്കെ ശത്രു പദ്ധതി ഇട്ടാലും പ്ലാൻ ഇട്ടാലും അവൻ എത്ര കോട്ടകൾ കെട്ടിപ്പൊക്കിയാലും ആരെയൊക്കെ നമുക്ക് എതിരായിട്ട് ഉപയോഗിച്ചാലും നമ്മളെ ദൈവം ഉള്ളംകരത്തിൽ കൊണ്ട് ഇങ്ങനെ നടക്കും. കാരണം എന്താ വെച്ചാ ദൈവത്തിന്റെ കണ്ണിലെ കൺമണിയെ നമ്മൾ കൃഷ്ണമണി എന്ന് പറയുക. അതാണ് നമ്മളെ തൊടണമെങ്കിൽ ഹാലലുയ ദൈവത്തിന്റെ അനുവാദമില്ലാതെ പറ്റത്തില്ല. ഭീഷണിയൊക്കെ വരും, ഹാലലുയ അതൊക്കെ വരും. അത് ഏറ്റവും കൂടുതൽ വരും. കാരണം ആരുടെ നേരെയാണ് ഒത്തിരി ഭീഷണി വരുന്നതെന്ന് വെച്ചാൽ, ഒത്തിരി പ്രതികൂലം വെച്ചാൽ തിരഞ്ഞെടുപ്പ് കിടക്കുന്നവന്റെ മേലെയാണ്. കാരണം പിശാച് നോക്കുന്നത് അനേകരെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, വിളിച്ചോട്ടെ, ഹല്ലേലൂയ. പക്ഷെ തിരഞ്ഞെടുത്തവന് എനിക്ക് നോട്ടോ. കാരണം ഇവനെ വിട്ട ശരിയാകത്തില്ല. അപ്പൊ എപ്പോഴും വഴിയിൽ തടസ്സങ്ങൾ വരുന്നെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഒരു കാരണമില്ലാതെ നമ്മളെ പലരും പകയ്ക്കുക. നമ്മളെ കാണുമ്പം മിണ്ടാതിരിക്കുന്നവർ പോലും എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നുക. കാരണം എന്താ പറയട്ടെ, നിന്റെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പാ.
നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി അതിന് കാരണം പിശാചിന് ഹാലേലിയ അവൻ നമ്മളെ കാണുമ്പോൾ മനസ്സിലാകും ഈ വരുന്നത് ഈ നെറ്റി പണ്ടാരം പറഞ്ഞ നെറ്റിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് സൈൻ ബോർഡ് വെച്ചേക്കുന്നത് കാണുമ്പോഴുള്ള പ്രശ്നം അതൊക്കെ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തവരാണ്. തിരഞ്ഞെടുത്തവർക്ക് ഹല്ലേലൂയ. ദൈവം വെറുതെ തിരഞ്ഞെടുത്തല്ല, ദൈവത്തിന് എന്തൊക്കെ അധികാരമുണ്ടായിരുന്നോ ആ അധികാരം എല്ലാം തന്നിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരും നിഷ്ഫലരായിട്ടിരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്. ഹാലല്ലേ. കാരണം വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം. അത് ഞാൻ പറയും. ഇപ്പൊ നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം നമ്മുടെ പഞ്ചായത്ത് മെമ്പറിന് തരുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഒരു വാർഡിലൊരു മെമ്പർ തെരഞ്ഞെടുത്ത് ഇലക്ഷൻ ജയിച്ച് പഞ്ചായത്തിലേക്ക് വിട്ടു. അവർ പിന്നെ നമ്മുടെ ഈ വാർഡിലൊന്നും കയറുന്ന പോലുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, ഹാലിലൊന്നുമില്ല, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നേരുന്നത്. നമ്മളൊക്കെ എന്ത് പറയും? അയ്യോ, ആ മെമ്പറോ കാണാൻ പോലുമില്ല. അത് ചെറിയൊരു ഒരേ ഒരു വാർഡിന്റെ മെമ്പർ. നമ്മളെല്ലാം പറയത്തില്ലേ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുത്താൽ പോലും, ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുത്താൽ പോലും ഹല്ലേലൂയ, ക്ലാസ്സിൽ പിള്ളേരൊക്കെ കിടന്ന് വെള്ളം ഉണ്ടാക്കി പേരെഴുതാതെ അല്ലെങ്കിൽ അവർ അടക്കി എഴുതാക്കി ഇരുന്ന ടീച്ചർമാരുണ്ട്, നീ എന്തിനാണ് ഇവിടെ എടുത്തേക്കുന്നത് ചോദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പിനെല്ലാം എന്താ പറയാ, ഒരു ചെറിയ പവർ തന്നിട്ടുണ്ട് അവരൊക്കെ. ഈ പവർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. ഹാലലിയ. നമുക്ക് ദൈവം അധികാരം തന്നിട്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ, ഞാൻ പറഞ്ഞ കണക്ക്, നമ്മുടെ വീട്ടിൽ ഒരു പട്ടി കയറി ഓടിക്കാൻ വേണ്ടി അയലത്തുകാരനെ പോയി വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അധികാരം നമുക്കല്ലേ. പട്ടിയെ കയറിയാൽ നമ്മുടെ വീട്ടിനകത്ത് കയറി അടിച്ചു ഓടിക്കണം, അത് തന്നെയാണ്. ഇതുപോലെ ഹാലലിയ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഹാലലിയ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ശരിയായ രീതി മനസ്സിലാക്കണം. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്ന പലരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്തിനാ അവിടെ പറയുന്നത്? അതിന്റെ 3-ാം വാക്യം പറയുന്നത്, അവൻ മഹത്വത്താലും, പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നേ, അവൻ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്താലും വീര്യത്താലും, നമ്മൾ ഈ ഭാഗം നേരത്തെ ചിന്തിച്ചിട്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല, നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യത്തെ മെസ്സേജ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി. അപ്പം ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ വന്നാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ജീവനും ഭക്തിക്കും രണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ലോകത്തിൽ വേണ്ടുന്നതും ഹാലയില എന്നുവെച്ചാൽ നമ്മുടെ ഹാലയില ശരീരപരമല്ലല്ലോ, ജഡപരമായിട്ടും ആത്മീയമായിട്ടും ജീവിച്ചു പോകേണ്ടത്. കാരണം ഈ ലോകത്ത് നമുക്ക് ജീവിച്ചു പോകേണ്ട കാര്യങ്ങളെല്ലാം അതിനും ഭക്തിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും വേണ്ടുന്നതെല്ലാം അവൻ ദാനം ചെയ്തിരിക്കുന്നു അല്ലോ. ഞാൻ തുടക്കത്തിൽ പാടിയ പാട്ട് യഹോവ ഇരേ 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 ഹാലേലിയ. എന്താന്ന് വെച്ചാൽ ദൈവം ഹാലേലിയ എവിടേക്കാ പാർപ്പിടവും വസ്ത്രവും യഹോവ ഇരേ ഹാലേലൂയ. അന്നന്ന് ആഹാരം യഹോവ ഇരേ ഹാലേലിയ. അപ്പൊ നമുക്ക് വേണ്ടുന്ന സകലതും, സൗഖ്യമാണെങ്കിൽ സൗഖ്യം, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, പാർപ്പിടമാണെങ്കിൽ പാർപ്പിടം ഹാലേലൂയ. ഇതെല്ലാം ഈ ലോകത്ത് വേണ്ടുന്ന എല്ലാം നമുക്ക് ദാനം ചെയ്യും. ഇനിയിപ്പം വിശ്വാസമാണെങ്കിൽ അങ്ങനെ, പ്രാർത്ഥനയാണെങ്കിൽ, വചനധ്യാനമാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എല്ലാം നമ്മൾ ഭക്തിക്ക് വേണ്ടുന്നതും അവിടെ എല്ലാം ദൈവം ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹാലലിയ. ഈ ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇനി പോയിട്ട് ചോദിക്കേണ്ട കാര്യമില്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം ക്രിസ്തുവേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, ഇവിടെ പറഞ്ഞ് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നീ ദാനം ചെയ്ത് നിങ്ങൾ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് തരാമെന്നല്ല. പലരും പറയും ചോദിപ്പിന് എന്നാ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പ് എന്നാ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിന് നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹാലലിയ. ഇത് എവിടെയാന്ന് വെച്ചാൽ നീ വിശ്വാസിയാകുന്നത്, നീ ദൈവത്തിന്റെ മക്കളാകുന്നത്, നീ അധികാരിയാകുന്നതിന് മുമ്പ്, നിനക്ക് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പുള്ള നിന്റെ കാലഘട്ടമാണത്. ഹാലലൂയ. ഇന്നും അതെടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഹാലലിയ യാചിച്ചുകൊണ്ടേ ഇരിക്കരുത്. മക്കളായി കഴിഞ്ഞാൽ ഹാലലിയ അവകാശിയായി കഴിഞ്ഞാൽ നിങ്ങൾ യാചകരല്ല. നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഹാലലിയ സകലം തന്നു കഴിഞ്ഞു.
ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കൃപ ആർക്ക് വേണ്ടി വെളിപ്പെടുന്ന വെച്ചാൽ കൃപ എല്ലാ ജനത്തിനും വേണ്ടി വെളിപ്പെടുക. കാരണം വെച്ചാൽ കൃപയാലല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതുപോലെ കൃപ ഹാല് ദൈവത്തിന്റെ കൃപ അർഹതയുള്ളവർക്ക് അർഹതയില്ലാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി ഹാല് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അർഹത ഇല്ലാത്തവരല്ല, നമ്മൾ യേശുക്രിസ്തു രക്തത്തെ നീതീകരിക്കപ്പെട്ട് അർഹരാക്കി മാറ്റി മക്കളാക്കി മാറ്റിയവരാ നമ്മൾ ഓരോരുത്തരും. ഹാലേ അവിടെ നമുക്ക് കൃപ വെളിപ്പെടും. എപ്പോഴാന്നറിയാ? നമ്മുടെ ബലഹീനതകളിൽ ആ കൃപ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അല്ലാത്ത സമയങ്ങളിലേ നമ്മുടെ കൃപയ്ക്കല്ല കൃപയ്ക്ക് അധീനരാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്ന് പറഞ്ഞത്. പക്ഷേങ്കിൽ ന്യായപ്രമാണത്തിലെ കൃപയ്ക്കത്തെ അധീനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹാലല്ലേ ഈ ജീവനും ഭക്തിക്കും വേണ്ടതിലൊക്കെ ദൈവത്തിന്റെ കൃപയല്ല വെളിപ്പെടേണ്ടത്. കാരണം അത് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഞാനതുകൊണ്ടാ പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവസന്നിധി ഒത്തിരി കരയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, അല്ലെ ഇങ്ങനെ സ്തോത്രം ചെയ്യാറുണ്ടല്ലേ ഓർമ്മിപ്പിക്കും. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആമേൻ നമ്മൾ അറിയിക്കുക അത്രേ വേണ്ട എന്ന് പറയും. എന്തുകൊണ്ടാണ് പറയുന്നത് സ്തോത്രത്തോടെ നമ്മൾ ദൈവസന്? അത് പൗലോസിന്റെ ലേഖനം തന്നെയാണോ? അത് തന്നെ. അപ്പം എന്താണ് സ്തോത്രത്തോടെ ദൈവത്തിന് അറിയിക്കുക അത്ര വേണ്ടത് ചെയ്യാ? എന്തിനാ നമ്മൾ സ്തോത്രം ചെയ്യുന്ന? എപ്പോഴാ? തന്നതിനെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യാം അല്ലെ? സ്തുതിയും മഹത്വം ദൈവത്തിന് കാര്യമായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. അപ്പൊ ഇത് സ്തോത്രത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കത്തെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത് കഴിഞ്ഞതാ. നീ എന്തിനാ സ്തോത്രം ചെയ്യാൻ? അമ്മ ലഭിച്ചതിനെ ഓർത്താ സ്തോത്രം ചെയ്യുന്നത്. അതുകൊണ്ട് അതോടെ പറഞ്ഞേക്കുന്നത് ഹല്ലേലൂയ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും പൗലോസ് അപ്പോസ്തലൻ, അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിനെ അറിയിക്കത്ര വേണം വെച്ചാ, ദൈവമേ നീ ഇതൊക്കെ എനിക്ക് ഉന്നമ ഒരുക്കി വെച്ചിട്ടുണ്ട്, തന്നു കഴിഞ്ഞതാ. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ എന്റെ ആവശ്യങ്ങൾ ഇതൊക്കെ, അത് കിട്ടിയതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്ന ഹാലയിലെ വരാം. നമുക്ക് എന്ത് കാര്യമുണ്ട് അങ്ങനെ ദൈവം പഠിപ്പിച്ചേ. വചനത്തിൽ അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. ഹാലെ ചിന്താഗതി പണ്ട് നമ്മുടെ വേണുപാസ്റ്റ് എപ്പോഴും പറയുന്നൊരു ഇത് കാര്യമുണ്ട്. കാരണം പലരും പറയും ആമ ഒത്തിരി സമൃദ്ധിയൊന്നും വേണ്ട, ഒത്തിരി സമ്പത്തൊന്നും വേണ്ട, ഹല്ലേലൂയ നമുക്ക് അന്നന്നത്തേക്കുള്ള ആഹാരമൊക്കെ മതി. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ മതി തന്നെ. കാരണം ഹല്ലേലൂയ നിനക്ക് ഈ സമ്പത്തൊക്കെ വരുമ്പം ഈ എന്താ പറയാ, ഇതൊക്കെ വന്നു കഴിയുമ്പം നിന്റെ പ്രാർത്ഥനാ ജീവിതം ഇല്ലാണ്ടാകുമെങ്കിൽ, ഇന്ന് നിൽക്കുന്ന വിശ്വാസത്തിൽ നിന്ന് കുറഞ്ഞു പോകുമെങ്കിൽ, ഹല്ലേലൂയ ഒരു പടിയെങ്കിലും പുറകോട്ട് പോകുമെങ്കിൽ നീ പ്രാർത്ഥിക്കണം എന്താ? ദൈവമേ അന്നേക്കുള്ളത് തിന്നാനും കുടിക്കാനുള്ളതും മതി. കാരണം വെച്ചാൽ ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ദേവദാസനോട് പറഞ്ഞ എനിക്ക് ഓർമ്മയാണ്. ഇപ്പോഴും ദേവദാസന് പറഞ്ഞൊരു പ്രസംഗത്തിൽ സാക്ഷി എന്ത് പറഞ്ഞു ഓർമ്മയുണ്ട്. പുള്ളി പറഞ്ഞു പുള്ളി പറയാണ്ട് ദൈവത്തോട്, ദൈവമേ ഒന്നും അധികമായിട്ടൊന്നും തരണ്ട, ഒത്തിരി ഒന്നും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, കാരണം വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ദൈവസന്നിധി വന്നിട്ട് മുട്ടുമടക്കിയിട്ട് ദൈവത്തോട് ചോദിക്കണം, അപ്പൊ എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന്. കാരണം അന്നേരം അധികം തന്നാൽ ചിലപ്പോൾ ഞാനത് ചോദിക്കത്തില്ല. അതുകൊണ്ട് അധികമൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള തന്നാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ നിന്ന് ദൈവം എപ്പോഴും നോക്കുന്നത് എന്താന്ന് വെച്ചാൽ, ദൈവം എന്നോട് പറഞ്ഞിട്ട് കാര്യങ്ങളും പലപ്പോഴും പലരുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ ദൈവത്തിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ദൈവം എപ്പോഴും നോക്കുന്ന വെച്ചാൽ, തലമസ്റ്റിൽ നിങ്ങളുടെ ബാങ്കിൽ ഒരു 10 കോടി രൂപ ബാലൻസ് തരുന്നത് ദൈവത്തിന്റെ ഒരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് 24 മണിക്കൂറിന് 10 പാട്ടുകൾ എഴുതിച്ചിട്ട് ദൈവം എന്നോട് പറഞ്ഞതാ, നിനക്ക് 10 മില്യൺ തരാൻ എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കർത്താവ്. കാരണം വെച്ചാൽ ഒരു കലാപരമായിട്ട് സാഹിത്യപരമായിട്ട് ഒരു കഴിവും 7 അയലത്തൂടെ പോയിട്ടില്ലാത്ത എന്നെ കൊണ്ട് ദൈവത്തിന് പാട്ട് എഴുതിക്കാൻ പറ്റുമെങ്കിൽ, അത് 24 മണിക്കൂറിൽ 10 പാട്ട് എഴുതിക്കാൻ പറ്റുമെങ്കിൽ, ദൈവമേ സമ്പത്ത് തരാനും മറ്റെന്ത് തന്നെ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അന്ന് ദൈവസേന തിരിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഹല്ലേലൂയ അവിടെ ദൈവത്തിന് അതൊരു ബുദ്ധിമുട്ടേ അല്ല. കാരണം നമുക്ക് എന്ത് തരാം. കാരണം ഈ കാണുന്നതല്ല, ഈ ഭൂമി അതിന്റെ ഭൂതലവും യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന നമുക്ക് എന്ത് തരാനും ദൈവത്തിന് ബുദ്ധിമുട്ടുമില്ല. പക്ഷേല് ഹല്ലേലൂയ അവിടെ ആ ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ തരുന്നില്ല, അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല എങ്കിൽ അത് ദൈവത്തിന് അതിൻ്റെ അതൊരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് അങ്ങനെ തരാണ്ട്. പക്ഷേ ചിലർക്ക് അത് കൊടുക്കുന്നില്ലെങ്കിൽ എന്താ കാര്യം? ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് സമ്പത്ത് തരുന്നതിലോ നിങ്ങൾക്ക് വലിയ പൊസിഷൻ തരുന്നതിലോ അല്ലെങ്കിൽ ഈ ലോകത്ത് വലിയ ആളാക്കി മാറ്റുന്നതിലോ ഒന്നും ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ദൈവം ചെയ്യാത്തത്, ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ്.
ഞാനും ദൈവമായിട്ട് സ്നേഹം ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പൊ ആ സ്നേഹം എവിടെ നഷ്ടപ്പെട്ടു പോകും ദൈവത്തിന് അറിയാം. എനിക്ക് എന്ത് തന്നാലും അത് നഷ്ടപ്പെട്ടു പോകും ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവം അത് നമുക്ക് തരാതിരിക്കാറുണ്ട്. കാരണം വെച്ചാൽ നിന്നെക്ക് വലിയ ശുശ്രൂഷ തരുന്നല്ലോ, നിനക്ക് വലിയ സമ്പത്ത് തരുന്നല്ലോ, നിന്നെ വലിയ പണക്കാരിയാക്കുക, നിന്നെ വലിയ ബിസിനസ്സുകാരിയാക്കി മാറ്റുന്നല്ലോ ഒന്നും ദൈവത്തിന്. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ലെങ്കിൽ, ചില സമയത്തേക്ക് ചിലതൊക്കെ പെൻഡിങ് വെക്കുന്നെങ്കിൽ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാപ്തി നടക്കുന്നില്ലെങ്കിൽ എന്താ കാരണം ദൈവത്തിന് എന്നും നിന്നെ കൂടെ വേണം. ആ സീക്രട്ട് പ്ലേസിലേക്ക് നീ എന്നും കയറണം. ഞാനും ദൈവവും മാത്രമുള്ള ഒരു സീക്രട്ട് പ്ലേസ് ആണ് നമ്മുടെ പ്രാർത്ഥനാ സ്ഥലം. അവിടേക്ക് നീ എത്തും വരണം. അവിടേക്ക് നീ എന്നും വരുമെന്ന് ദൈവത്തിന് ഉറപ്പ് വന്നാൽ ഇതെല്ലാം നമുക്കുള്ളതാ. എന്ത് വേണേൽ നമുക്കുള്ളതാ. നമുക്ക് ലഭിക്കും. പക്ഷേ ആ പൊസിഷനിലേക്ക് നമ്മൾ എത്തണം. ദൈവത്തിന് ആ പൊസിഷനിൽ നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ അതിന് ദൈവത്തിനറിയാം ഞാൻ ഇന്നെന്താണ്, ഞാൻ നാളെ എന്താണ്, 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്താന്ന് ദൈവത്തിനറിയാം. പക്ഷേ എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് കർത്താവ് എന്തൊക്കെ സമ്പത്ത് തന്നാലും എന്തൊക്കെ അനുഗ്രഹം വന്നാലും എനിക്ക് ദൈവത്തിലുള്ള സ്നേഹത്തിൽ ഒരു കുറവ് വരത്തില്ല. വന്ന് നോക്കട്ടെ, അപ്പോഴറിയാം. വന്ന് നട്ട അതുപോലെ എനിക്ക് ശുശ്രൂഷ എനിക്ക് ഭയങ്കര ആഗ്രഹം. ദൈവത്തിന് വേണ്ടിയിട്ട് ഒത്തിരി രാജ്യങ്ങളിലേക്ക് ഓടിപ്പോ അല്ലെങ്കിൽ ഒത്തിരി എടുത്ത് പോയിട്ട് ഒത്തിരി പ്രയോജനപ്പെടുന്ന വലിയ ആഗ്രഹം. ദൈവം അങ്ങോട്ട് കൃപാരങ്ങളൊക്കെ അങ്ങോട്ട് നിറച്ചങ്ങോട്ട് വിട്ടെന്നിരിക്കട്ടെ. ഈ ഓട്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോലും സമയം ഉണ്ടാകത്തില്ല. എന്താ കാര്യം പറയുന്നത്? കർത്താവിന് വേണ്ടിയില്ല ഞാൻ ഓടുന്നത്, കർത്താവിന് വേണ്ടിയില്ല ഞാൻ അധ്വാനിക്കുന്നത്. കർത്താവ് പോലെ നിന്റെ അധ്വാനമൊക്കെ കുറച്ച് മതി, നീ കുറച്ച് എന്നോടൊന്ന് സംസാരിക്കും. അത് നേരം ഉണ്ടാകത്തില്ല. ഈ ലോകത്തുള്ള എല്ലാവരോടും നമ്മൾ സംസാരിക്കും, പക്ഷെ ദൈവത്തോട് സംസാരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? എവിടെ പോയാലും ഏത് പൊസിഷനിലെത്തിയാലും എത്രയോ ഓടിയാലും നമ്മൾ ദൈവമായിട്ടുള്ള ആ ബന്ധം ഓരോ ദിവസം കഴിയും തോറും ആ ബോണ്ടിങ് കൂടി വരുമെങ്കിൽ നമ്മൾ അറിയാണ്ട് നമുക്കുള്ള ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ നേരെ വരും. ഇവിടെ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അത് പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് ദൈവം എല്ലാം ദാനം ചെയ്തിരുന്ന് പറഞ്ഞതുകൊണ്ട് ആ ഭാഗം ഒന്ന് അത്രയൊക്കെ. ഇവിടെ ദൈവം പറഞ്ഞേക്കുന്ന കാര്യം ഇന്നത്തെ വചനത്തിൽ നമ്മൾ രണ്ട് വാക്ക് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ മേലൊരു വിളിയുണ്ട്, നമ്മുടെ മേലെ തിരഞ്ഞെടുപ്പുണ്ട്. ഇത് രണ്ടും ഒന്നല്ല. വിളിച്ചവർ അനേകരാ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ഈ തെരഞ്ഞെടുപ്പ് അവിടെ പോയിട്ട് ദൈവത്തോടൊപ്പം ഇരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ മേൽ വീണ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിയണം. ഒരു കല്യാണ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ വാക്യം അവിടെ പറഞ്ഞത് സുവിശേഷം. പക്ഷേ ഇവിടെ നമ്മുടെ മേൽ കിടക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും പത്രോസ് എന്തുകൊണ്ട് ഈ 2 വാക്കുകളോട് ഒരുമിച്ചെടുത്ത് എഴുതിയെന്ന് ചോദിച്ചാൽ ഇത് രണ്ടായത് കൊണ്ട് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം വിളിക്കപ്പെട്ടവരാ, പക്ഷെ വിളിക്കപ്പെട്ടവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. കാരണം മുന്നമേ ദൈവം കണ്ടവരാ, മുന്നമേ അറിഞ്ഞവരാ, ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടതെല്ലാം. പക്ഷേ നമ്മൾ ഇലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇലക്ഷന് നമ്മൾ ആ പൊസിഷനിൽ കൊണ്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരമ അധികാരത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന എന്താ പറയാ, ആ ഒരു പവറാണത്. ദൈവത്തിന്റെ ആ പരമ അധികാരി ദൈവം നമുക്ക് നൽകുക പരമ അധികാരത്തിന്റെ പവർ തന്നെയാണ്. ആ പവർ നമ്മുടെ മേലേക്ക് വരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് വെറുതെ ഇരിക്കാനുള്ളവരല്ല എന്ന് മനസ്സിലാക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, നിസ്സാരമായ കാര്യങ്ങൾ പോലും പറഞ്ഞ് നമ്മളൊക്കെ പല കാര്യപ്പോഴും ദൈവത്തിന്റെ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന പോലും പറഞ്ഞു കഴിഞ്ഞാൽ പല എക്സ്ക്യൂസാ നമുക്ക്. അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കയറാൻ പറ്റിയില്ല, അതിന് ഇന്നതായിരുന്ന കാര്യം ഇന്നതായിരുന്ന പറയും. ഒരു മീറ്റിങ്ങിന് പോകാനായിട്ടാണ്, അതും പല എക്സ്ക്യൂസാ നമുക്ക്. പക്ഷേങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ ഇതുപോലെ അൺവാണ്ടഡ് എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന് മാറി നിൽക്കത്തില്ല.
ഏത് രാത്രി വിളിച്ചാലും, ഏത് പാതിരാത്രിക്ക് വിളിച്ച് പറഞ്ഞാലും, ആമേ സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാവോന്ന് വെച്ചാൽ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആമേ ഒരു വചനം പറയാമെന്ന് ചാടി എഴുന്നേറ്റ് പറയണം ഹാലേലിയ. കാരണം ഞാൻ പറയും ദൈവത്തിന്റെ ഹാലേലിയ. ആമേ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ അധിക എഫർട്ടൊന്നും എടുക്കണ്ട, ഒരുപാട് എഫർട്ടൊന്നും വേണ്ട. ഹാലേലിയ. ആമേ മറ്റുള്ളവർ ഇരിക്കുന്ന പോലെ എനിക്ക് എന്റെ അനുഭവത്തെ ഞാൻ പറയാം. മറ്റുള്ളവരൊക്കെ ഓരോരുത്തർ പാട്ട് എഴുതാനായിട്ട് ഹാലേലിയ ആമേ 1-2 മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്തൊരു പാട്ട് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി ഫുൾ പാട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് ദൈവം നമ്മളെ ചൂസ് ചെയ്തേക്കുന്നുണ്ട്. എതിലെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മെസ്സേജ് പ്രിപ്പയർ ചെയ്യേണ്ട മണിക്കൂറുകളും ദിവസങ്ങൾ ഇരിക്കേണ്ട. ഹാലേലിയ. ആമേൻ. ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഇന്ന് പറയാനായിട്ടും ഒരു വചനം എനിക്ക് തരണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അങ്ങ് സഹായിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം എന്താ കാരണം വെച്ചാൽ നമ്മുടെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. മറ്റുള്ളവരൊക്കെ ഒത്തിരി എഫർട്ട് എടുത്ത് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഒരു വാക്കിൽ ഹാലേലിയ രോഗസൗഖ്യമാകും. നമ്മുടെ ഒരു വാക്കിൽ ഹാലേലിയ ആമേ വിടുതൽ നടക്കും. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ ഒരാൾ വിളിച്ച് സംസാരിക്കുന്ന സിസ്റ്റർ എനിക്കിങ്ങനെ വിഷയമാണ്, നമ്മൾ വെറുതെ സംസാരത്തിൽ പറയുന്നൊരു കാര്യമായിരിക്കും. സിസ്റ്റർ അതിനെക്കുറിച്ച് ഭാരമുണ്ട്, ഇന്നതുപോലെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് പ്രാർത്ഥിച്ചിട്ടോ പരിശുദ്ധാത്മ നമ്മൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല, നമ്മുടെ വായ തുറന്ന് പറയുന്ന കാര്യങ്ങൾ ഹാലേലിയ അത് തിരിച്ച് വരുത്തില്ല, ഉദ്ദേശഫലം ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്ന പോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന വാക്കുകളും വചനമാണെന്നേത്. അതുകൊണ്ടാ പറയുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും ഹാലേലിയ കൃപയോടുകൂടി ഉപ്പിനാ രുചി വന്നതായിരിക്കും. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പോകാനുള്ളവരല്ല നമ്മൾ. ഹാലേലൂയ. അവിടെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട വിളിയും തിരഞ്ഞെടുപ്പും ഇത് അധികം ഉറപ്പാക്കണം. ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇത് നിങ്ങൾ ഉറപ്പാക്കണം. എന്താ? എന്നെ എന്തിനെ വിളിച്ചിരിക്കുന്നു, എന്നെ എന്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഇത് നമ്മൾ അധികം ശ്രമിക്കണം. ഇത് ഉറപ്പാക്കണം. ഉറപ്പുണ്ടോ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്? ഉണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് അധികം ഉറപ്പിച്ചോ. കാരണം വെച്ച് കഴിഞ്ഞാല് ഓരോ ദിവസവും പറയണം. ഓരോ ദിവസം എന്നെ വിളിച്ചിരിക്കുന്നത് വെറുതെ വിളിച്ചാടോ പോയി കൈകൊട്ടി പാടിയിട്ട് തിരിച്ചു പോരാൻ വേണ്ടി വിളിച്ചതല്ല എന്നെ. ചർച്ചിൽ പോയി ഒന്ന് ആരാധിച്ചിട്ട് ഞായറാഴ്ച ദിവസം പോയി ആരാധിച്ച് മടങ്ങി വരാൻ വേണ്ടിയിട്ടല്ല എന്നെ വിളിച്ചേക്കുന്നത്. എന്റെ മേൽ കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് എന്തിനാ വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന് പകരക്കാരിയായിട്ട് അന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി ദൈവത്തിന്റെ അംബാസഡർ ആയിട്ടാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് നമ്മൾ അറിയണം. ഞാൻ പണ്ടൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഉപവാസ പ്രാർത്ഥന നമ്മൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഒത്തിരി ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു അരവിന്ദ് മോഹൻ പാസ്റ്റർ എനിക്ക് ഞാൻ പാസ്റ്റർ പറയാൻ ചെയ്തത്. ഞാൻ പാസ്റ്റർ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ പാസ്റ്ററെ കുറിച്ച് പരിചയപ്പെടുന്നൊരു വേർഡുണ്ട്. അപ്പൊ ദൈവത്തിന്റെ നമുക്ക് ഓരോരുത്തർക്കും അറിയണം. നമ്മൾ അരവിന്ദ് മോഹൻ പാസ്റ്റർ പുള്ളി പറഞ്ഞ റിവൈവലിസ്റ്റ് അരവിന്ദ് മോഹൻ എന്ന് പറയുന്നത്, റിവൈവലിസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പുള്ളി തിരിച്ചറിഞ്ഞ പുള്ളി വെറുതെ എഴുതി വെച്ചതല്ലത്. ഉണർവ് വെറുതെ വരുത്തില്ല, റിവൈവൽ വെറുതെ വരുത്തില്ല. നമ്മൾ വെറുതെ പറഞ്ഞ ദൈവ സ്വർഗത്തിൽ നല്ല റിവൈവൽ വരേണ്ടത് നല്ല കർത്താവ് ഉണർവിനെ അയക്കണം, മുകളോട്ട് നോക്കിയിട്ട് കർത്താവ് ഉണർവ് അയക്കാൻ വേണ്ടി ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നെ ഇവിടെ നിർത്തേക്കുന്നത്. നിന്റെ ഉള്ളിൽ ഒരു ഉണർവ് വേണം. ആദ്യമേ നിന്റെ ഉള്ളിൽ ചില വെളിപ്പാട് കയറിയ റിവൈവൽ ത്രൂ റെവലേഷൻ. നമ്മൾ ആദ്യമേ അന്ന് ആ സമയത്ത് അതേയായിട്ടൊരു മെസ്സേജ് ദൈവം എനിക്ക് തന്നൊരു ഇതാണ്. നമ്മൾ റിവൈവൽ വേണമെങ്കിൽ നമുക്ക് വെളിപ്പാട് വേണം. ഈ വെളിപ്പാട് വരുമ്പോൾ നമ്മൾ കാണും, നമ്മൾ ആരാണെന്ന് കാണും. അപ്പൊ ഞാൻ പറയും ഞാൻ ഒറ്റ വാക്ക് അരവിന്ദ് മോഹൻ പാസ്റ്റർ നോട്ട് ചെയ്യാൻ കാരണം റിവൈവലിസ്റ്റ് അരവിന്ദ് മോഹൻ സ്വന്തമായിട്ട്. കാരണം നമ്മൾ അറിയണം. നമ്മുടെ പൗലോസ് പറഞ്ഞു ഞാൻ ഇവിടുത്തെ ലോകത്ത് ദൈവത്തിന്റെ സ്ഥാനാപതിയായി നിർത്തിയ അംബാസഡർ ഞാൻ ദൈവത്തിന്റെ. ആര് പറഞ്ഞേ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ അംബാസഡർ ആണെങ്കിൽ ഈ ലോകത്തിൽ ഒരു രാജ്യത്തിൽ എന്തൊക്കെ പവർ ഉണ്ടോ ആ പവറൊക്കെ അംബാസഡറിനുണ്ട്. നമ്മുടെ വിദേശ രാജ്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അനേക രാജ്യങ്ങൾ അംബാസഡേഴ്സ് പറയുന്നതാണ് അവരുടെ കാര്യങ്ങൾ അല്ലേ. അവർക്കാണ് അവരുടെ രാജ്യത്തിൽ ഒരു പൗരനോടുണ്ട് എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒരു രാജ്യത്തിനും അത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ദൈവത്തിന് അംബാസഡേഴ്സ് ആണെന്നാണ് നമ്മുടെ ദൈവം പറഞ്ഞേക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തർ പൗലോസ് അപ്പോസ്തലൻ പറയും. അപ്പൊ നമ്മൾ ഓരോരുത്തർ എന്താണെന്ന് നമ്മൾ ഓരോരുത്തർ തിരിച്ചറിയാം. അതാ തിരഞ്ഞെടുപ്പ് അധികം ഉറപ്പിക്കണം. എന്നെ എന്തിനാ തിരഞ്ഞെടുത്തെന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് അറിയണം.
വെറുതെ പോയിട്ട് പ്രാർത്ഥിച്ച് പോരാൻ വേണ്ടിയിട്ടല്ല. അല്ലെ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുത്ത് വെറുതെ വന്നിട്ട് ഒരു സഭാരാധന കൂടാൻ വേണ്ടിയിട്ടല്ല നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. കൂട്ടത്തിൽ വന്നിട്ട് കൈകൊട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എന്താണ്? നമ്മൾ ആരാണെന്ന് ക്രിസ്തുവേശിൽ നമ്മൾ ആരാണെന്ന് ഒരു ബോധം നമുക്ക് വേണം. നമ്മുടെ പേര് എല്ലാവരും കിടക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരുപോലെ അല്ല. അത് എവിടെയാണെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം. ദൈവത്തോട് ചോദിച്ച് അത് അറിഞ്ഞ് തന്നെ ഈ ദിവസങ്ങൾ മുൻപോട്ട്. അപ്പൊ നമ്മുടെ മേലെല്ലാം ഒരു വിളിയുണ്ട്, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ നമുക്കറിയാം നമ്മുടെ കഴിവും എന്താ പറയാ വിദ്യാഭ്യാസവും സൗന്ദര്യവും യോഗ്യതകളും സമ്പത്തും കുടുംബ പാരമ്പര്യം ഒന്നും ആവശ്യമില്ല. അവിടെയെല്ലാം നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് ദൈവത്തിന്റെ പരമ അധികാരമാണ്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ഞാൻ പറയാം, അവർ ദൈവം ഈ ലോക സമ്പത്തിനെ കുറിച്ചല്ല ഞാൻ പറയാം. പക്ഷേ ആയിരിക്കുന്ന ശുശ്രൂഷയിലാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും എപ്പോഴും തല ഉയർത്തി ജയോത്സവമായി തന്നെ ദൈവം നടത്തും. ആരുടെ മുമ്പിലും പോയി തല കുനിച്ച് നിന്ന് എന്താ പറയാ നമുക്കത് തന്നെ ഇത് തന്നെ ഇന്ന് പറയേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ദൈവം തക്ക സമയത്ത് സകലതും ഒരുക്കും. നമ്മളെല്ലാം നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചിരിക്കുന്നു, നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ള ഈ ലോകത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പ് അത് ഓരോ ദിവസവും നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങൾ ഒരുക്കപ്പെടുക. വചന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.